വാർത്തകൾ തുടരുന്നു. കേരളത്തിന്റെ സമരനായകൻ VS അച്യുതാനന്ദൻ 100ന്റെ നിറവിലേക്ക്. പാർട്ടിക്കും സിദ്ധാന്തങ്ങൾക്കും അപ്പുറം ജനമനസ്സുകൾക്കൊപ്പം സഞ്ചരിച്ച VS ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ മകൻ അരുൺകുമാറിനൊപ്പമാണ് 99ാം പിറന്നാൾ ദിനം ചിലവഴിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ VSന് ആശംസകൾ നേർന്നു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ ഒട്ടേറെ പദവികൾ അനായാസേന കൈകാര്യം ചെയ്ത VS അരുൺകുമാറിന്റെ തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലെ വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ്. 2019 ഒക്ടോബറിലെ പിറന്നാൾ ദിനത്തിന് ശേഷം പൂർണ്ണ വിശ്രമമാണ് VSന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. നേരിയ പക്ഷാഘാതത്തിന്റെ പിടിയിലകപ്പെട്ടതിനാൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണമാണുള്ളത്. അതിനാൽ കാര്യമായ പിറന്നാൾ ആഘോഷങ്ങളില്ലാതെയാണ് 99ാം പിറന്നാൾ കടന്നുപോകുന്നത്. കേക്ക് മുറിക്കലും പായസം വിളമ്പലിലും മാത്രം ഒതുങ്ങുന്ന ആഘോഷം. 100-ലെത്തുന്ന VSന്റെ നടന്നുകയറ്റം ചരിത്ര വഴികളിലൂടെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിന് പുതിയ നിർവചനങ്ങൾ നൽകിയ VSന്റെ കടന്നുവരവ് നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരുന്നു. പരിസ്ഥിതി രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി അധികാരത്തിലേറിയ അപൂർവം നേതാക്കളിൽ ഒരാളായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇടത് വലത് സമ്മർദ്ദങ്ങൾ പരിഗണിക്കാതെ ധീരമായി പറയുകയും പ്രവർത്തിക്കുകയുമായിരുന്നു VSന്റെ ശൈലി. ഒരു ഘട്ടത്തിൽ പാർട്ടിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അമ്പരപ്പിക്കുന്ന നീക്കങ്ങളായിരുന്നു പലതും. തീവ്രവാദത്തെയും മതമൗലികവാദത്തെയും വോട്ട് ബാങ്ക് പരിഗണിക്കാതെ എതിർത്ത VSന് പലപ്പോഴും പ്രതിബന്ധങ്ങൾ ഏറെയായിരുന്നു. കേരളത്തിൽ വളരുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ മുൻകൂട്ടി കാണുവാൻ VSന് കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീവ്രവാദ നീക്കങ്ങളെ 10 കൊല്ലം മുൻപ് തന്നെ VS കണ്ടറിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ 2010 ഒക്ടോബർ 24-ാം തീയതി ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം തുറന്നടിക്കുകയും ചെയ്തിരുന്നു. ലവ് ജിഹാദിനെക്കുറിച്ചും ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് 20 വർഷം കൊണ്ട് കേരളത്തെ ഒരു മുസ്ലിം പ്രദേശമാക്കി മാറ്റും എന്നായിരുന്നു അന്നത്തെ VSന്റെ വാക്കുകൾ. തീവ്രവാദത്തെ ചെറുക്കാൻ മുഖ്യമന്ത്രിയായിരിക്കെ 2010 തന്നെ VS ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ നിരന്തരം വിളിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്റെ പ്രവർത്തനാരംഭം മുതൽ തിരുത്തൽ ശക്തിയായാണ് VS അറിയപ്പെടുന്നത്. 1980കളിൽ പാർട്ടിയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കി അധികാരത്തിലെത്താൻ ശ്രമം നടത്തിയപ്പോൾ അതിനെ ഉൾപാർട്ടി വേദികളിൽ അതിനിശിതമായി എതിർത്തവരിൽ ഒരാളാണ് അച്യുതാനന്ദൻ. ബദൽ രേഖ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ നയവ്യതിയാനത്തിന് രൂപം നൽകിയവരെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2006-ൽ K കരുണാകരൻ കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച DICയുമായി ധാരണയുണ്ടാക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമങ്ങളെയും അച്യുതാനന്ദൻ ശക്തമായി എതിർത്തിരുന്നു. സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളാണ് VSന് ജനമനസ്സുകളിൽ ഇടം നൽകിയത്. പാർട്ടി വേദികളിലും പാർലമെന്ററി രംഗത്തും കർക്കശക്കാരനായ നേതാവായി വിലയിരുത്തപ്പെടുമ്പോഴും സാധാരണക്കാരായ മലയാളികളുടെ മനസ്സിൽ പിതൃവാത്സല്യത്തോടെ ചേർത്തെഴുതപ്പെട്ട പേരാണ് 100 തികയുന്ന VSന്റേത്. ഷെക്കീന ന്യൂസ്, തിരുവനന്തപുരം.